ബ്രദറിന്റെ ഈ ഹിറ്റ് ഗാനം നമുക്കറിയാം ഇസ്രായേലിൻ നാഥനായി, ആ ഒരു ഗാനത്തിന്റെ 25ാം വർഷത്തിലാണ് അല്ലേ ഈ ഒരു ആദ്യത്തെ ഒരു സിനിമാ മേഖലയിലേക്കുള്ള ഒരു ചുവടുവെപ്പ്. അപ്പം ഏതെങ്കിലും തരത്തിലൊരു ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നോ? കാരണം ഫിലിമിലേക്കുള്ള ആദ്യത്തെ ഒരു ചുവടുവെപ്പ് പ്രേക്ഷകർ ഏറ്റെടുക്കുമോ, അത്തരത്തിലുള്ള ഒരു ടെൻഷൻ എന്തെങ്കിലും മനസ്സിലുണ്ടായിരുന്നു? അതിന്റെ ഇതുണ്ട്. എനിക്ക് ഞാൻ 30 വർഷമായി ഞങ്ങളിപ്പോൾ ഈ മേഖലയിലേക്ക് വന്നിട്ട്, ഈ ഗാനരചന മേഖലയിൽ വരുമ്പോഴൊക്കെ പലരും ചോദിക്കാറുണ്ട് മൂവി സിനിമയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണുള്ള മനുഷ്യനാണേലും ഭക്തിഗാനത്തെ മാത്രമേ ഉള്ളൂ, സിനിമയ്ക്ക് ചെയ്യുന്നില്ലേ, സ്വാഭാവികമാണല്ലോ ചോദ്യം. അപ്പോഴും എൻ്റെ മനസ്സിലൊരു ഒരു ചിന്തയുണ്ടായിരുന്നു, നല്ല സന്ദേശങ്ങൾ, ഇദ്ദേഹം പറഞ്ഞതുപോലെ നല്ല സന്ദേശങ്ങളുള്ളത് കൊടുക്കുക. അപ്പോഴും സിനിമയിൽ നല്ല സന്ദേശങ്ങൾ ഉള്ള ഗാനങ്ങളില്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോഴും നന്മ നിറഞ്ഞ സന്ദേശം. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ദൗത്യമുണ്ട്, നല്ല ഒരു ഗാനം, നല്ല ഗാനങ്ങൾ ഉൾപ്പെടുന്ന, നല്ല ആശയങ്ങൾ ഉൾപ്പെടുന്ന, നല്ല സന്ദേശങ്ങൾ ഉൾപ്പെടുന്ന ഗാനങ്ങൾ കൊടുക്കുക. അത് കാത്തിരുന്ന് ഇപ്പോൾ ഇത് കൂട്ടായ്മയുടെ ഒരു ചിത്രമായപ്പോൾ വന്നു. സ്വാഭാവികമായിട്ടും പലപ്പോഴും പറഞ്ഞതുപോലെ ഞാൻ ഇത്തിരി മടി പിടിച്ചായിരുന്നു, അതൊക്കെ എഴുതട്ടെ, ഞാൻ വേറെ സജഷനും കൊടുത്തു, പലരുടെയും രചയിതാക്കളുടെ പേര് പറഞ്ഞു, അവരെ വിളിക്കും, അവർ നല്ല രചന. അപ്പം ഇത് എന്നതാ വേവിച്ച് പറയുന്നത്, വേറെ ലിറിസ്റ്റിലൊക്കെ ഞാൻ പേര് പറഞ്ഞു. അവസാനം എങ്ങനെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, അപ്പൊ ഒരു പള്ളിപ്പാട്ടുണ്ട് വേവിച്ച. അപ്പൊ ഞാനൊരു സാമുദായിക തീവ്രത പറയുന്നതല്ല, പള്ളിപ്പാട് എളുപ്പമുണ്ടെന്ന് മാത്രമല്ല, ഈ പല ഗാനങ്ങളും നമുക്കറിയാം ഈ വൈകാരികതയുടെ വേലിയേറ്റമുണ്ട്, എന്നാൽ പ്രശാന്തത കൊടുക്കുന്ന, അത് സമാധാനം കൊടുക്കുന്ന, അതാണല്ലോ നമ്മുടെ ഒരു ദൗത്യം, സ്നേഹം, സമാധാനം. അങ്ങനെയുള്ളൊരു ഗാനം വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് അതിനു വേണ്ടി സീൻ ഉണ്ടാക്കാം, നമുക്ക് അങ്ങനെ പള്ളിപ്പാട്ട് തയ്യാറാക്കാം. അങ്ങനെ ചെന്നപ്പോൾ ഒരു പാട്ട് ഒരുക്കി, സ്നേഹ ചൈതന്യമേ, അവരെല്ലാം കോറിൽ പാടുന്ന ആ സിറ്റുവേഷൻ. അപ്പോഴെനിക്ക് ആ പാട്ടിന്റെ ഈണം ഇവരിട്ട് തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിന് സ്നേഹ ചൈതന്യമേ ജീവസംഗീതമേ കരുണ തൻ മലരികൾ ഉണരുമീ വേളയിൽ ഉയരുന്നു സങ്കീർത്തനം, അതുപോലെ ഇവർ ട്യൂണിടുവാണ്. അപ്പം ജിൻഡോയും കൂടി ഇപ്പം പുള്ളി വാഴ്ത്തുന്നു നിൻ ദിവ്യനാമം, പെട്ടെന്ന് എളുപ്പമായി. ഈ പെട്ടെന്ന് ട്യൂണ് കിട്ടുന്നതും ലിറിക്സ് കിട്ടുന്നതുമായ ഗാനങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതെല്ലാം പെട്ടെന്ന് ചെയ്യും ജനഹൃദയങ്ങളിൽ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഓർക്കസ്ട്രയോടെ തീർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു ഇത് ഏറ്റെടുക്കും. അത് ചിത്രചേച്ചിയും വിജയശ്വാസം കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഉറപ്പായി ഇത് ജനഹൃദയങ്ങൾ ഏറ്റുപാടുന്ന. അങ്ങനെ ദൈവമഹത്വം നിറവേറാൻ അത്. പിന്നെ ബേബിച്ചൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്കിത് പറയാം വെച്ചാൽ, ബേബി ജോൺ എന്ന് പറഞ്ഞ ആള് ഞാനും അറിയാൻ തുടങ്ങിയിട്ട് 30 വർഷം കഴിഞ്ഞു മിനിമം. വളരെ ചെറുപ്പം മുതലേ ഒന്നിച്ചല്ലേ. ആ പോയ ഒരു കാലഘട്ടമുണ്ട്, ദൈവം നടത്തിയ വഴികളുണ്ട്. ഇന്നത്തെ ബേബി ജോൺ അല്ലെന്ന്. ഓരോ ചെറിയ പള്ളികളിലും പോയി ചെറിയ ശുശ്രൂഷ ചെയ്ത്, ഓരോ ധ്യാന കേന്ദ്രങ്ങളിലും പോയി ചെറിയ ശുശ്രൂഷകൾ ചെയ്ത്, കഴിവ് ദൈവം കൊടുത്ത്, ദൈവം ഒരാളെ ഉയർത്തണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ദൈവം ഉയർത്തിയിരിക്കും. അപ്പോൾ എന്നാൽ ഈ പാട്ട് ഇത്രയായിരം നമ്മൾ പാടുന്നതിലെ നല്ല ഭൂരിഭാഗം ധ്യാനങ്ങളുടെയും വിശുദ്ധ കുർബാനയുടെയും എല്ലാം പാട്ട് ചെയ്ത ഒരാൾ സാധ്യതയില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അപ്പം എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്തു വരട്ടെ. അതിന് ദൈവം കൊടുത്ത സമ്മാനം, ഞങ്ങൾക്ക് ഇത്രയും നാളും ചെയ്ത ദൈവ ശുശ്രൂഷയ്ക്ക് ദൈവം തന്ന സമ്മാനമാണ് സ്നേഹചൈതന്യം. അതുകൊണ്ട് എല്ലാ മതസ്ഥരും അത് ഏറ്റെടുത്തു, എല്ലാ മതസ്ഥരും അതിനെ ഏറ്റെടുത്ത് അവർ ഷെയർ ചെയ്യുന്നു. ഒരുപാട് ക്രൈസ്തവരായ സഹോദരങ്ങൾ നമ്മളെ വിളിച്ചു. ഏറ്റവും രസം, കേബിൾ TV അസോസിയേഷൻ പ്രസിഡന്റ് എപ്പോഴും അത് പറയാതിരിക്കാൻ പറ്റില്ല, പ്രവീൺ മോഹൻ. അദ്ദേഹം കൃത്യമായ ഹൈന്ദവ വിശ്വാസത്തിലുള്ള, പക്ഷെ അദ്ദേഹം എനിക്ക് സ്നേഹ ചൈതന്യത്തിനെ ഒന്നും പറയാൻ പറ്റില്ല, ഏറ്റവും സന്തോഷം. അപ്പൊ മറ്റ് മതസ്ഥര് സംഗീതത്തെ ഏറ്റെടുക്കും. അവർക്ക് നമ്മൾ ആർക്കെ ഉപദ്രവിക്കാനല്ലല്ലോ നമ്മളൊന്നും ചെയ്യുന്നത്. നമ്മുടെ ഒരു ശുദ്ധ ചിന്താഗതിയോട് നമ്മൾ നീങ്ങുന്ന ഏത് കാര്യവും അത് എല്ലാവർക്കും സ്വീകാര്യമാണ്. നമുക്ക് അവിടെ മറ്റ് ചിന്തകളോ അല്ലെങ്കിൽ ഒരാളെ ഇകഴ്ത്താനല്ല, നമ്മുടെ സന്തോഷത്തെ പങ്കുവെക്കും. അതിന്റെ ചിത്രീകരണം വളരെ സൂപ്പറാണ് അല്ലെ, ആ പള്ളിയുടെ ഒരു ആംബിയൻസ്, പിന്നെ അവരുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം വളരെ സൂപ്പറായിട്ട്. ഈ ഞാൻ സിനിമ പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്റെ വീട്ടിൽ എനിക്കൊരു മകനുണ്ട്, അവനെയാണ് ഇതെല്ലാം കേൾപ്പിക്കുന്നത്. അവൻ അപ്പൊ എന്നോട് പറയും, മമ്മി പള്ളിയിലെ പാട്ടുകാരനും പാട്ടുകാരി, അതല്ല മമ്മിയുടെ ഉദ്ദേശം. ശരിക്കും ഇടവക പാട്ടുകാരൻ, നമ്മൾ ആ ഇടവക പാട്ടുകാരനും പാട്ടുകാരിയുമായ ഇടത്തരം കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും നമ്മുടെ കാഴ്ചപ്പാടാ. വലിയ പണം ഉണ്ടായിട്ടല്ല, ആ ദേവാലയവും പാട്ടും കുഞ്ഞു കൃഷിയും ഒക്കെ ആയിട്ട് നടക്കുന്നത്, അത് നമ്മുടെ സ്വപ്നങ്ങളായി പകർത്തി വെച്ചിരിക്കുന്നത്.